ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി മോർണിംഗ് വ്ലോഗ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ എണീക്കുള്ളൂ. അതിന് മുന്നേ ആദ്യം ഏട്ടനാണ് എണീക്കുക. കാരണം ഏട്ടന് രാവിലെ തന്നെ ജിമ്മിൽ പോകാനുള്ള കാരണം ആൾ ആദ്യം എണീറ്റിട്ട് നമ്മളെയൊക്കെ വിളിക്കും. ഏട്ടൻ പോകാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ എണീറ്റ് വരട്ടെ, കാരണം ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞിട്ട് വീഡിയോ ജനല് തുറന്നിട്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ കോമ്പൗണ്ടിൽ 9 ക്വാർട്ടേഴ്സുകളാണ്. ഇനി എൻ്റെ പണികൾ തുടങ്ങാനുള്ള സമയമാണ്. ഏട്ടൻ വരുന്നതിൻ്റെ ആമി എണീക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയമാണ് കേട്ടോ എനിക്ക് മാത്രമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടാണ്, അത് കഴിഞ്ഞിട്ടാണ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നേരെ അടുക്കളയൊക്കെയാണ് കേട്ടോ. കാരണം ഏട്ടൻ വന്നു കഴിഞ്ഞു ചായയും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി ഒഴിവാക്കി കഴിഞ്ഞാലാണ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സ്റ്റവിൻ്റെ മുകളിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ. ചക്കരക്കിഴങ്ങാണ് കേട്ടോ സാധാരണ ഞാൻ ബോർഡിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ക്യാമറ എനിക്ക് താഴ്ത്താൻ പറ്റാത്ത കാരണം കൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പൊക്കിയിട്ട് അത് മുറിച്ച് കാണിച്ചു. അർജന്റായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ആദ്യം വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം കോഴിമുട്ടയും അതുപോലെ തന്നെ കിഴങ്ങും രാവിലെ വന്ന വഴിക്ക് തന്നെ വേണം. പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലൊക്കെ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, കടലയോ പരിപ്പോ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടും കടല ഇതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേന് എന്തായാലും 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാം. നട്ട്സൊക്കെ ഏട്ടൻ്റെ അടിച്ച് മാറ്റിയതാണ്. എന്തായാലും ഏട്ടൻ വരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രില്ലൊക്കെ തുറന്നിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് കുറേ റൂമിലെ ആളുകളൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ ഓപ്പൺ ആവുന്ന സമയത്തൊക്കെ വരുള്ളൂ. മെയിനായിട്ട് നമ്മളെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള 9 ക്വാർട്ടേഴ്സിൽ 7 എണ്ണത്തിന് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ, 2 എണ്ണത്തിൽ മാത്രമാണ് വേറെ 2 ജോലിക്കാരുള്ളത് കേട്ടോ. എല്ലാവരും കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ പുട്ടിനുള്ള തേങ്ങയൊക്കെ ചിരകി വെച്ചു. പൊടി ഞാൻ ഓൾറെഡി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പണികളൊക്കെ തന്നെ, ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു. സ്കൂളും തിരക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാ പണികളും വളരെ സ്ലോ മോഷനിലാണ് കേട്ടോ. കാരണം ആർക്കും തിരക്ക് പിടിച്ച് എങ്ങോട്ടും പോകാനൊന്നുമില്ല, ആമിക്കുട്ടിക്ക് എങ്ങോട്ടും പോകാനൊന്നുമില്ല. 7:30 ആകുമ്പോഴേക്കും ഏട്ടൻ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വരും. ഇനി 7:30 മുതൽ ഏകദേശം ഒരു 9:30-10 മണി വരെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഈ സമയം ശരിക്കും പറഞ്ഞാൽ ഞാനും മാമിയും നല്ല മുൾമുനയിൽ നിൽക്കുന്ന പോലത്തെ സമയമാണ്. കാരണം എങ്ങാനും അവിടെ മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളെയും അടിമിടിയൊക്കെ കേൾക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ഞങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ സമയം. ഡെയിലി ഉള്ള കാര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഈ സമയമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ വരുന്ന സമയമാകുമ്പോഴേക്കും ആമി നീറ്റിട്ടുണ്ടാവട്ടെ. ഇതൊക്കെ ആമിയുടെ ബാക്കി പരിപാടികളാണ്, മടക്കി വെക്കലും തുണി എടുത്ത് വെക്കലൊക്കെ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. കടലയ്ക്ക് ഇനി കറി റെഡിയാക്കാൻ മാത്രമേ ഉള്ളൂ. അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുളി കഴിഞ്ഞ് വന്ന് ചായ കൂടിയും കഴിഞ്ഞിട്ട് ആമി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുണിയൊക്കെ മടക്കി റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. സ്ഥിരമായിട്ട് ആളെ ഡ്യൂട്ടി തന്നെയാണ് കേട്ടത്. കാരണം സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമയം വെറുതെ ഇരുന്ന് ലാപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ പണികളൊക്കെ ഇവിടെ പെയിന്റിങ്ങിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ഗ്രില്ലിന്റെ മുകളിലൊക്കെയാണ്. അപ്പോൾ ഏട്ടൻ അവരോടൊക്കെ പോയി സംസാരിക്കാൻ വേണ്ടി നിന്നതാണ്. ഇനി അത് കഴിഞ്ഞാൽ സാധാരണ എല്ലായിടത്തെയും പോലെ തന്നെ നമ്മൾ അലക്കലാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കുളിക്കാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 പണി എന്ന് പറയുന്നത് ക്ലീനിങ്ങും അതുപോലെ തന്നെ തുണി കഴുകലാണ്. ഈ രണ്ടും കഴിഞ്ഞാൽ തന്നെ ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം എൻ്റെ ബാക്കി പണികളൊക്കെ പെട്ടെന്ന് തീരും. അലക്കണ കല്ലിൻ്റെ അവിടെ 2 ആൾ എനിക്ക് കൂട്ടിന് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അത് 2 ആൾ അവിടേക്ക് ചാടണോ ഇപ്പുറത്തേക്ക് ചാടണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ പാത്രം കഴുകൽ സ്വാഭാവികം. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അപ്പോഴേക്കും റൂമിൽ ആൾ ലാപ്പൊക്കെ തുറന്ന് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു ഏകദേശം 10-11 മണി വരെ ഇതൊക്കെ ഏകദേശം ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആവട്ടെ. ഇനി ഉച്ചയ്ക്കലത്തെ ചോറും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. ഇനിയും ഒരുപാട് സമയം ബാക്കിയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനൊരു ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് ബാക്കി വായിക്കാമെന്ന് വിചാരിച്ചു. KR മീരയുടെ ബുക്കാണ്. എൻ്റെ മോർണിംഗ് വ്ലോഗ് നന്നായോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഷോർട്ടായിട്ട് എടുത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്